ഹായ് ഫ്രണ്ട്സ്, പവനായിസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് ചെമ്പരത്തി ഇല കൊണ്ടുള്ള ഒരു ടീ ആണ്. ബ്ലഡ് പ്രഷറൊക്കെ ഉള്ളവർക്ക് വളരെ ഉത്തമമായിട്ടുള്ളൊരു ടീ ആണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി ഒരു ചായ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി വീഡിയോയിലേക്ക് പോകാം. നമ്മളിന്ന് ചെമ്പരത്തി ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ്സിൽ 2 ഗ്ലാസ് വെള്ളം നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു. അതിനുശേഷം ഒരു സ്റ്റൗ കത്തിച്ച് ഈ വെള്ളം നമ്മൾ തിളപ്പിക്കണം. വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നിരിക്കുകയാണ്. നല്ലതുപോലെ തിളച്ചതിന് ശേഷം കുറച്ച് കറുകപ്പട്ട ഇതിലേക്ക് ഇടണം. ഈ കറുകപ്പട്ട ഒന്ന് വെന്തിറങ്ങുന്നത് വരെ നമ്മളൊരു 2 മിനിറ്റ് ഇതിൽ വെച്ചിരിക്കും. ഈ കറുകപ്പട്ട നല്ലതുപോലെ വെന്തിരിക്കുകയാണ്. അതിനുശേഷം കരിപ്പൂട്ടി, ഇത് കടയിൽ നിന്ന് വാങ്ങിയാണ് കരിപ്പൂട്ടി. ഈ കരിപ്പൂട്ടി കുറച്ച് ഇതിലേക്ക് ചീകിയിടണം. മധുരത്തിൻ്റെ അനുസരിച്ച് നമ്മൾ കുറച്ച് ഇതിലേക്ക് ചെറുതായിട്ട് ചീകിയിടും. നമ്മൾ പഞ്ചസാരയോ മറ്റു കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല, ഇത് ഈ കരിപ്പൂട്ടിയാണ് ചേർക്കുന്നത്. അതുകൊണ്ട് കരിപ്പൂട്ടി ആവശ്യത്തിനുള്ളത് നമ്മളിതിലേക്ക് ചീകിയിടുകയാണ്. ഇങ്ങനെ ചീകിയിരുന്ന കരിപ്പൂട്ടി പെട്ടെന്ന് തന്നെ ഈ വെള്ളത്തിൽ അലിഞ്ഞോളും. ചൂടുവെള്ളം ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അലിഞ്ഞോളും. അതിനുശേഷം ഒരു ചെമ്പരത്തിപ്പൂ, 2 ഗ്ലാസ് വെള്ളത്തിന് ഒരു ചെമ്പരത്തിപ്പൂ. ഇതിൻ്റെ ഇതൾ, മുകളിലെ ആ പൂ വേണ്ട, ഈ ഇതൾ മാത്രം. 2 ഗ്ലാസ് വെള്ളത്തിന് ഒരു ചെമ്പരത്തിപ്പൂ, അതാണ് കണക്ക്. ഈ ചെമ്പരത്തിപ്പൂ ഇട്ടതിന് ശേഷം ഒരു ചെറുനാരങ്ങയുടെ പകുതിയാകാവൂ, ഈ പകുതി നമ്മൾ ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കുക. പിഴിഞ്ഞൊഴിച്ച് 1 മിനിറ്റ് വെച്ചിരിക്കണം. ഈ പകുതി നാരങ്ങ ഫുള്ളായിട്ട് തന്നെ ഇതിൽ പിഴിഞ്ഞൊഴിക്കും. പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം ഈ ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതൾ നമ്മൾ ഇട്ടിരുന്നല്ലോ, അത് നല്ലതുപോലെ വെന്ത് കിടക്കുന്നതാണ്. അത് നമ്മൾ ഒരു സ്പൂണ് കൊണ്ട് കോരി മാറ്റണം. അതിപ്പോൾ നമ്മൾ കോരി മാറ്റിയിരിക്കുകയാണ്, കണ്ടില്ലേ? അപ്പോൾ നമ്മുടെ ചെമ്പരത്തി ചായ റെഡി ആയിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ചങ്ങോട്ട് ഒഴിച്ച് നോക്കാം. സൂപ്പർ, അടിപൊളി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു അടിപൊളി വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.